മുത്തുമണികളെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് എൻ്റെ തയ്യക്കടയിലെ ചേച്ചിയെക്കുറിച്ചാണ്. അവരെ ശരിക്കും ചേച്ചി എന്ന് വിളിക്കണോ പേര് വിളിക്കണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ്. എന്നെക്കാളും കുറച്ച് ഏജ് കൂടുതലുണ്ടെങ്കിലും കണ്ടാൽ എന്നെക്കാളും അനിയത്തിയെ പോലെയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് അവരെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഞാനെന്തോ ഭയങ്കര ചെറുപ്പം ആവുന്നത് പോലെ എനിക്കൊരു ഫീല് കണ്ടാൽ അതുകൊണ്ട് എനിക്ക് എന്ത് വിളിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനൊരു കൺഫ്യൂഷൻ എനിക്ക് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വരാറുണ്ട് കേട്ടോ. അപ്പം അതൊന്നും പറയാനല്ല വന്നത്. ഞാൻ ശരിക്കും എനിക്ക് ഒരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എൻ്റെ കണ്ണിലുടക്കിയ ഒരു പേപ്പറിലെ ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചു. ആ പേപ്പറിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: തയ്യൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്നാണ്. എനിക്ക് തയ്യലറിയാം. എനിക്ക് ഈ അടുത്ത് വരെ കടയുണ്ടായിരുന്നു. വീട് മാറിയതിന് ശേഷം എനിക്ക് തയ്യൽ വളരെ കുറവാണ്. ഇവിടെ കിട്ടുന്ന തയ്യൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറച്ച് ഉള്ളിലോട്ടാണ് എൻ്റെ വീടിരിക്കുന്നത്. അപ്പം ഒരു രസത്തിന്, ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഞാൻ കേൾക്കുകയാണ്. ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ കടയിൽ ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്നിങ്ങനെ അവർ പറയുന്ന അവിടെ ആ ഫോണിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ എടുത്ത ലേഡി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് തിരിച്ച് വിളിക്കേ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു പരസ്യം കണ്ടു, അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സംഭവം, ഈ കട എന്ന് പറയുന്ന പടിഞ്ഞാറക്കോട്ടയാണ്. ഇവിടെ നിന്നൊരു 2.5-3 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭീമാപള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. അന്ന് നിങ്ങളൊരു കാര്യം ചെയ്യൂ കേട്ടോ, നിങ്ങളൊന്ന് കട വരെ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അപ്പം ഞാൻ അങ്ങനെ അവർ വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു ടോപ്പ് തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ആ ടോപ്പ് തയ്ച്ച് അവർക്ക് കൊടുത്ത് അവർ പറഞ്ഞ്, നാളെ വരുമോ, നാളെ മുതൽ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ പോലെ ആയിരിക്കും. ഒന്ന്. രണ്ടാമത്, അന്ന് ഞാൻ അവരോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അദ്ദേഹം ഇവരോട് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ഹസ്ബൻഡ് വീൽ ചെയർ പേഷ്യൻ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കടയുടെ ഓണറിൻ്റെ ഹസ്ബൻഡും വീൽ ചെയർ പേഷ്യൻ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഇന്നലെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി 20 വർഷത്തോളമായി എന്നാണ് പറയുന്നത്. കാലിൻ്റെ രണ്ട് കാല് തളർന്നതുപോലെയാണ്. ഞാൻ ഇങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് വീൽ ചെയറിലൂടെ ഉരുട്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ചേച്ചി എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞാണ് വന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരമായപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ ബാക്കിലുള്ള ആ റൂമിലേക്ക് വീൽ ചെയർ വഴി ഉരുട്ടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു ചേച്ചിയുടെ ഒരു ലൈഫ് നോക്കുമ്പോൾ ശരിക്കും എൻ്റെ ഹസ്ബൻഡും ഇതുപോലൊരു തളർന്ന അവസ്ഥയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഞാനും വീൽ ചെയറിലൂടെ ഇദ്ദേഹത്തിനെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. നമ്മളിനി എത്ര സന്തോഷം എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക, കാരണം ആ ഒരു അവസ്ഥയിലല്ല എന്നെ കല്യാണം കഴിക്കുന്നത്. നല്ല ഓടിച്ചാടി നടക്കുന്ന ഒരു അവസ്ഥയിൽ വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തളർന്നു പോകുന്നത്. അപ്പോൾ പോലും എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം തട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിടപ്പ് കാണുമ്പോൾ, അദ്ദേഹം ഇങ്ങനെ എണീറ്റ് നടക്കാൻ വേണ്ടി ബഹളം വയ്ക്കുമ്പോൾ, എനിക്കിനി ഒരിക്കലും നടക്കാൻ പറ്റൂലല്ലോ എന്നാലോചിച്ച് കരയുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമം തോന്നാറുണ്ടായിരുന്നു.
ഈ ഈ പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് അവർക്ക് പ്രതീക്ഷയൊന്നും ഇല്ല. പക്ഷെ എന്നിട്ടും അവർ ജീവിക്കുന്നുണ്ട്. ചില ആളുകളെങ്കിലും എൻ്റെ ഭർത്താവിന് എൻ്റെ കുടുംബം നോക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സിലെത്തുന്ന ആൾക്കാർ, എൻ്റെ മക്കളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സിലെത്തുന്ന ആൾക്കാർ, അതുപോലെ എൻ്റെ ഭർത്താവ് കള്ളുകുടിയനാണ് വന്നിട്ട് എന്നെ നിരന്തരം അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സിലെത്തുന്ന ആൾക്കാർ, ഈ ഒരു അവസ്ഥയിലൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിലെ ചെറിയ ചെറിയ ഭിന്നതകൾ പിന്നെ ഡിവോഴ്സിലേക്ക് എത്തിക്കുന്ന ആളുകളൊക്കെ ഈ ചേച്ചിയെ കണ്ടു പഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 20 വർഷമായിട്ടും ഇനി ഒരിക്കലും അദ്ദേഹത്തിന് എണീറ്റ് നടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ടും അവരുടെ ജീവൻ്റെ ഒരു പാർട്ടായിട്ട് അദ്ദേഹത്തെ കൊണ്ട് നടക്കുകയും പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് നടക്കുന്ന ആ ചേച്ചിയൊക്കെ ശരിക്കും ഈ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പാഠമാണ്. അവർക്ക് ക്ഷമയില്ല എങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാത കർമ്മങ്ങൾ തൊട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് പല്ല് തേക്കാം, നമുക്ക് കുളിക്കാം, നമ്മളെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ വേറൊരാൾക്ക് കൂടി ചെയ്ത് കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് ഒരു ജോലിയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ സ്ത്രീ ശരിക്കും ഒരു മഹത്തായ സ്ത്രീ തന്നെ ആയിരിക്കില്ലേ? അവരുടെ ക്ഷമ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെ ആയിരിക്കില്ലേ? അതായത് രാവിലെ അവർ എന്നോട് പറഞ്ഞത് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ 11 മണിയാകും എന്നാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഷോപ്പിലേക്ക് വരുമ്പോൾ 7 മണിക്ക് അവർ വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഞാൻ 3 മണിക്ക് എണീക്കും. ആ 3 മണിക്ക് എണീറ്റ് വീട്ടിലെ ഭക്ഷണങ്ങൾ വെച്ച്, അവർക്ക് 2 ആൺമക്കളാണ്, അവരെ സ്കൂളിലേക്ക് അയക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കുളിപ്പിച്ച് ഇദ്ദേഹത്തിനെ ഉടുപ്പിട്ട് ഇദ്ദേഹത്തിനെയും കൊണ്ട് ഈ ഷോപ്പിലേക്ക് അവർ ആ ടൈമിൽ വരണമെങ്കിൽ ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരവസ്ഥയിൽ കൂടി കടന്നു വന്ന ഒരാളായതുകൊണ്ട് 2 വർഷം മാത്രമാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ ആ ഒരു തരത്തിൽ എനിക്ക് നോക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും ചില അവസ്ഥകളിലെങ്കിലും ചില അവസരങ്ങളിലെങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടി, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ ഭർത്താവ് ആരെയും ഒന്നും നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല, എന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് എന്തുകൊണ്ട് ഇങ്ങനെ വീണുപോയി എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും ആ വീഴ്ചയിൽ നിന്നും എൻ്റെ ഭർത്താവിനൊക്കെ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാനുള്ളൊരു വക എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. ശരിക്കും ഈ മാഡം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അവരുടെ ആ ഒരു അദ്ദേഹത്തോടുള്ള ഇടപെടൽ, അദ്ദേഹം വിളിക്കുന്ന സ്പോട്ടിൽ അവർ ആ സ്ഥലത്തെത്തും. അതായത് പിന്നെ ഓരോ കാര്യങ്ങളും അവർ അപ്പുറം ഇപ്പുറം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം ഓരോ സമയത്ത് ഒന്നിനും എണീറ്റ് പോയി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റില്ല. ഒരാളുടെ ഹെൽപ്പ് എപ്പോഴും ആ മനുഷ്യന് കൂടിയേ തീരൂ. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജനം വരെ എടുത്തുകൊണ്ട് നടന്ന് അത് ക്ലീൻ ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ശരിക്കും അവരൊരു നമ്മുടെ കൺമുന്നിൽ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവതുല്യരായ ആളുകളെ കാണും. ഇതാണോ ദൈവികമായ ശക്തി, ഇതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിൽ ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും ആ ചേച്ചി, എനിക്ക് ഭയങ്കരമായ ഒരു ഇഷ്ടം ആ ചേച്ചിയോട്, ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഇഷ്ടം ആ ചേച്ചിയോട് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട, ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് എനിക്ക് ചർച്ച ചെയ്യണമെന്ന് തോന്നി.